ഓണം എക്സാം 2026 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് സയൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ ഇന്ന് നടന്ന ഇംഗ്ലീഷിൻ്റെ ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാത്സ്, കേരള പദാവലി, ഹിന്ദി തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിൻ്റെയും ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ ബാർ മാഗ്നറ്റ് ഈസ് സസ്പെൻഡഡ് ഫ്രീലി ആൻഡ് ദ ബാർ മാഗ്നറ്റ് ഈസ് ബ്രോട്ട് നിയർ ദിസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. അത് സസ്പെൻഡ് ഫ്രീൽ വെറുതെ ഇങ്ങനെ ഇട്ടേക്കാണ്. വെറുതെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അനദർ മാഗ്നറ്റ് ഈസ് ബ്രോട്ട് നിയർ ദിസ്. അതിൻ്റെ അടുത്തേക്ക് വേറൊരു മാഗ്നറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. വാട്ട് വിൽ ഹാപ്പൻ ടു ദ സസ്പെൻഡഡ് മാഗ്നറ്റ് വൈ? അപ്പോൾ വെറുതെ തൂക്കിയിട്ടിരിക്കുന്ന ആ മാഗ്നറ്റിന് എന്താണ് സംഭവിക്കുക? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് സംഭവിക്കുക? A freely suspended magnet remain always in north-south direction. ഒരു ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്ന മാഗ്നറ്റ് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. ഏത് ഡയറക്ഷനിലായിരിക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് എപ്പോഴും നിൽക്കുക. ബിക്കോസ് ദ നോർത്ത് പോൾ ഓഫ് മാഗ്നറ്റ് ടേൺസ് ടു ദ മാഗ്നറ്റിക് സൗത്ത് ഓഫ് എർത്ത് ആൻഡ് സൗത്ത് പോൾ ടേൺസ് ടു മാഗ്നറ്റിക് നോർത്ത് ഓഫ് ദ എർത്ത്. അതെന്തുകൊണ്ടാണ്? നോർത്ത് പോൾ, മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ എന്താണ്? എപ്പോഴും എർത്തിൻ്റെ സൗത്തിലേക്കും, അതേപോലെ സൗത്ത് പോൾ ടേൺസ് ടു മാഗ്നറ്റിക് നോർത്ത് ഓഫ് എർത്ത്. അപ്പോൾ ഫ്രീലി സസ്പെൻഡഡ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് എപ്പോഴും ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിനെ മാഗ്നറ്റിക് ക്ലാസിഫൈ ദ ഒബ്ജക്റ്റ് ബേസ്ഡ് ഓൺ ദെയർ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മളോട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലേഡ്, ത്രെഡ്, വുഡൻ ബ്ലോക്ക്, അയൺ നെയിൽ, പിൻ, പേപ്പർ. അപ്പം മാഗ്നറ്റിക് സബ്സ്റ്റൻസും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസും ആയിട്ട് നമ്മളോട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ? ബ്ലേഡ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണോ? യെസ്. ത്രെഡ് ആണോ? അല്ല. വുഡൻ ബ്ലോക്ക് അല്ല. അയണിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. പിന്നെ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. പേപ്പർ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്? അയണിൽ, ബ്ലേഡ്. പിന്നെ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, അതായത് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാത്തത് ത്രെഡ്, നൂല്. പിന്നെ വുഡൻ ബ്ലോക്ക് അട്രാക്ട് ചെയ്യില്ല. അതേപോലെ തന്നെ പേപ്പറും അട്രാക്ട് ചെയ്യില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. 2 ബാർ മാഗ്നറ്റ് ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് മെത്തേഡ്. 2 ബാർ മാഗ്നറ്റ് പല മെത്തേഡിലും ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പോയിന്റ് ഔട്ട് വാട്ട് ഹാപ്പൻ ടു ദ ബാർ മാഗ്നറ്റ് ഇൻ ഈച്ച് സിറ്റുവേഷൻ. ഓരോ സിറ്റുവേഷനിലും ഈ ബാർ മാഗ്നറ്റിന് എന്താണ് സംഭവിക്കുന്നതെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ആദ്യത്തെ നോർത്തും സൗത്തും ആണ്. ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ ഒരു എൻഡ് പോയിന്റ് ആണ്. ഇവിടെ സൗത്തും നോർത്തും ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? സൗത്തും നോർത്തും, അതായത് ഓപ്പോസിറ്റ് പോൾസ് ആണ് വന്നത്. അപ്പോൾ എന്താണ്? മാഗ്നറ്റ് അട്രാക്റ്റ് ആണ്. അവിടെ അട്രാക്ഷൻ ആണ് സംഭവിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് പോൾസ് അട്രാക്റ്റ്, ലൈക്ക് പോൾസ് റിപ്പല്ല്. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ എന്നും എന്നും ഒന്നിച്ചാണ് വന്നത്. അപ്പം മാഗ്നറ്റ് റിപ്പൽ ചെയ്യാണ്, അട്രാക്റ്റ് ചെയ്യില്ല. അത് റിപ്പൽ ചെയ്ത് പോകും. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. സൗത്തും ആണ് വന്നത്. ഇവിടെയും എന്താണ്? മാഗ്നറ്റ്സ് റിപ്പല്ലാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നോർത്ത് ആൻഡ് സൗത്ത്, അതായത് ഡിഫറെൻറ്റ് ഓപ്പോസിറ്റ് പോൾസ് ആണ് വന്നിരിക്കുന്നത്. അവിടെ എന്താണ്? മാഗ്നറ്റ് അട്രാക്റ്റ് ആണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെയാണ് അട്രാക്റ്റഡ്? സൗത്തും നോർത്ത്, അതായത് ഓപ്പോസിറ്റ് പോൾസ് വന്നതാണ്. എന്താണ്? ഓപ്പോസിറ്റ് പോൾസ് വന്നതാണ് എപ്പോഴും അട്രാക്റ്റ് ചെയ്യുക. ലൈക്ക് പോൾസ് എപ്പോഴും റിപ്പൽ ചെയ്യുകയാണ്. ഒരേപോലത്തെ പോൾസ് വന്നാൽ റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഒബ്ജക്റ്റ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഇവിടെ വുഡൻ ബ്ലോക്ക്, അത് നമുക്കറിയാം നോൺ മാഗ്നറ്റിക് ആണ്. പിന്നെ മാഗ്നറ്റിക് ആണ്. പ്ലാസ്റ്റിക് നോൺ മാഗ്നറ്റിക് ആണ്. മാഗ്നറ്റിക് അട്രാക്റ്റ് ചെയ്യില്ല. ബ്ലേഡ് എന്താണ്? മാഗ്നറ്റ് ആണ്. ബ്ലേഡ്. പിന്നെ ത്രെഡ് എന്താണ്? നോൺ മാഗ്നറ്റിക് ആണ്. അയൺ നെയിൽ മാഗ്നറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് സബ്സ്റ്റൻസും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസും ക്ലാസിഫൈ ചെയ്യാൻ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് ക്രിയേറ്റ് ആൻ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദാറ്റ് ദ അട്രാക്റ്റീവ് പവർ ഓഫ് എ മാഗ്നറ്റ്
Not same on all sides of magnet, including the iron dust, bar magnet, thread, thin plastic paper, and A4 size chart paper. Write the observation result also. അപ്പോൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനാണ്. അപ്പോൾ അട്രാക്റ്റീവ് പവർ ഓഫ് മാഗ്നറ്റ് ഈസ് നോട്ട് ഓൺ ഓൾ സൈഡ്സ് ഓഫ് മാഗ്നറ്റ്. അപ്പം അട്രാക്റ്റീവ് പവർ മാഗ്നറ്റ് എന്താണ് ഡിഫറെൻ്റ് ആണ്. അത് എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സ്പെരിമെന്റ് എഴുതാനാണ്. റാപ്പ് ദ മാഗ്നറ്റ് വിത്ത് എ തിൻ പ്ലാസ്റ്റിക് പേപ്പർ. ഒരു മാഗ്നറ്റ് ഒരു പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് പൊതിയുക. സ്പ്രിങ്കിൾ അയൺ ഡസ്റ്റ് ലൂസ്ലി ഓൺ ദ ചാർട്ട് പേപ്പർ. അപ്പം ചാർട്ട് പേപ്പറിൽ അയൺ ഡസ്റ്റ് നമ്മൾ വെറുതെ വിതറുകയാണ്. സസ്പെൻഡ് എ ബാർ മാഗ്നറ്റ് യൂസിങ് ത്രെഡ് ആൻഡ് ബ്രിങ് ഇറ്റ് നിയർ അയൺ ഡസ്റ്റ്. അത് അയൺ ഡസ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുക? മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് സ്ട്രോങ്ലി ഫെൽറ്റ് അറ്റ് ദ പോയിന്റ് പോർഷൻ ഓഫ് മാഗ്നറ്റിക് ദാറ്റ് ഈസ് പോൾസ് ഓഫ് ദ മാഗ്നറ്റ്. നമ്മൾ അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് സ്ട്രോങ്ലി ഫെൽറ്റ് അറ്റ് എൻഡ് പോർഷൻ ഓഫ് ദ മാഗ്നറ്റ്. മാഗ്നറ്റിൻ്റെ എൻഡ് പോർഷനിലാണ് എപ്പോഴും എന്തുണ്ടാവുക? മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലുണ്ടാവുക. ഓക്കെ, ഇനി വേറെ എന്താ ക്വസ്റ്റ്യൻ? വിച്ച് ഈസ് ദ അലോ യൂസ്ഡ് ടു മേക്ക് പെർമനൻറ്റ് മാഗ്നറ്റ്. പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അൽനിക്കോ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Classify the vitamins provided in the box on the basis of their solubility. ഇപ്പോൾ വൈറ്റമിൻ എ ബി സി ഡി ഇ കെ നമുക്കറിയാം. വൈറ്റമിൻ വാട്ടർ സോലുബിളും ഉണ്ട്, ഫാറ്റ് സൊല്യൂബിളും ഉണ്ട്. വാട്ടർ സോലുബിളും ഉണ്ട്, ഫാറ്റ് സോലുബിളും ഉണ്ട്. വാട്ടറിലും പിന്നെ സൊല്യൂട്ട് ചെയ്യും, അതേപോലെ തന്നെ ഫാറ്റിലും സൊല്യൂട്ട് ചെയ്യും. അങ്ങനെ രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, അപ്പം വൈറ്റമിൻ ബിയും സിയും എന്താണ്? വാട്ടർ സോല്യൂബിൾ ആണ്. വൈറ്റമിൻ ബിയും സിയും വാട്ടർ സോല്യൂബിൾ ആണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ ഫാറ്റിലാണ് സോല്യൂബിൾ ആകുക. ഓക്കെ, എ ഡി ഇ കെ, എ ഡി ഇ കെ എന്താണ്? ഫാറ്റിലാണ്. വൈറ്റമിൻ ബിയും സിയും എന്താണ്? വാട്ടർ സോലുബിൾ ആണ്. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് എനി ടു ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ് ദെയർ കോസസ് ആൻഡ് സിംറ്റംസ്. രണ്ട് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ് എഴുതാനാണ്. അതിൻ്റെ കാരണവും അതിൻ്റെ സിംറ്റംസും നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തേത് അനീമിയ എഴുതാം. അനീമിയ ഡെഫിഷ്യൻസി ഓഫ് അയൺ ഇൻ ഡയറ്റ്. അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ. ദാറ്റ് കോസസ് അനീമിയ. സിംറ്റംസ് എന്താണ്? ലാക്ക് ഓഫ് ബ്ലഡ്, ബ്ലഡ് ഇല്ലാത്തത്, പെയിൽനെസ്, വിളർച്ച. ഇനി അടുത്തത് റിക്കറ്റ്സ്. റിക്കറ്റ്സ് ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി ഇൻ ദ ബോഡി. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് റിക്കറ്റ്സ്. അതിൻ്റെ സിംറ്റംസ് ബോൺസ് ബിക്കം ബ്രിറ്റിൽ ആൻഡ് ബാറ്റ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്. Name the vitamin synthesized by the body when our skin is exposed to sunlight. നമ്മുടെ സ്കിന്ന് സൺലൈറ്റിനോട് എക്സ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, സൺലൈറ്റിൽ നിന്ന്, സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ ഏതാന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഒബ്ജക്റ്റ് ഇൻ ടു മാഗ്നറ്റ്. വുഡൻ ബ്ലോക്ക് ഒക്കെ നോൺ മാഗ്നറ്റിക് ആണ്. പിന്നെ പ്ലാസ്റ്റിക് കപ്പ് നോൺ മാഗ്നറ്റിക് ആണ്. ബ്ലേഡ് മാഗ്നറ്റിക് ആണ്. ത്രെഡ് നോൺ മാഗ്നറ്റിക് ആണ്. അയൺ നെയിൽ മാഗ്നറ്റിക് ആണ്. ഇനി അടുത്തത് റൈറ്റ് ആൻ എക്സ്പെരിമെൻറ്റ് ടു ഡിറ്റക്ട് ദ പ്രസൻറ്റ് ഓഫ് സ്റ്റാർച്ച് ഇൻ ഫുഡ് ഐറ്റം. ഫുഡ് ഐറ്റംസിൽ സ്റ്റാർച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്റ്റാർച്ച് ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നെയിം ദ ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ മോർ സ്റ്റാർച്ച്. സ്റ്റാർച്ച് കൂടുതലുള്ള ഫുഡ് ഐറ്റം ഏതാണ്? ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് എന്താണ് ആവശ്യം? സ്റ്റാർച്ച് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. മെറ്റീരിയൽസ് നീഡൻ ടെസ്റ്റ് ട്യൂബ്, റൈസ് വാട്ടർ, ഡൈല്യൂട്ട് അയോഡിൻ സൊല്യൂഷൻ, ഡ്രോപ്പർ. പ്രൊസീജിയർ: ടേക്ക് സം റൈസ് വാട്ടർ ഇൻ ദ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് റൈസ് വാട്ടർ എടുക്കുക. പുട്ട് 3 or 4 drops ഓഫ് അയോഡിൻ സൊല്യൂഷൻ ഇൻ ടു ദ റൈസ് വാട്ടർ. 2-3 തുള്ളി അയോഡിൻ സൊല്യൂഷന് റൈസ് വാട്ടറിലേക്ക് ഒഴിക്കുക. ഒബ്സർവ് ദ ചേഞ്ച്. എന്താ ചേഞ്ച് ചെയ്യുക? ദ റൈസ് വാട്ടർ ഹാസ് ബിക്കം ഡീപ്പ് ബ്ലൂ. റൈസ് വാട്ടർ എന്താവും? നല്ല കടുത്ത നീല കളർ, ഡാർക്ക് ബ്ലൂ ആവും. അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻഫറൻസ് ദർ ഇസ് എ സ്റ്റാർച്ച് ഇൻ ദ റൈസ് വാട്ടർ. റൈസ് വാട്ടറിൽ എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ട്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് കൂടിയത്, അതായത് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളത് ഏതിലാന്ന് നമുക്കറിയാലോ. ഏതിലാണ്? സ്റ്റാർച്ച് ഉള്ള ഐറ്റംസിനാണ്.
അപ്പോൾ സ്റ്റാർച്ച് കൂടിയ ഐറ്റംസ് ഏതാണ്? റൈസ്, വീറ്റ്, മെയ്സ്, ട്യൂബേഴ്സ്. ഇതിലൊക്കെ സ്റ്റാർച്ച് കൂടുതലുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ വൈൽ അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ വൈ ദ ഷോൾഡർ ജോയിൻറ്റ് ഹാസ് എ ഗ്രേറ്റർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ദാൻ എൽബോ പോയിൻറ്റ്. എൽബോ പോയിൻറ്റിനെക്കാട്ടും കൂടുതൽ മൂവ്മെൻറ്റ് ഉള്ള ഏതാണ്? ഷോൾഡർ ജോയിൻറ്റിനാണ്. എന്തുകൊണ്ടാണ്? വിച്ച് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ഷോൾഡർ. ഷോൾഡറിൽ കാണുന്ന ജോയിൻറ്റ് ഏതാണ്? നെയിം അനദർ പാർട്ട് വേർ ദിസ് ജോയിൻറ്റ് ഒക്കേഴ്സ്. For the shoulder has a ball and socket joint. The rounded end of one bone rotates in the cavity of another bone, allowing movement in many directions. Okay, which type of joint is found in shoulder? Shoulder joint in the pair ball and joint. Name another part where this joint occurs. Hip. Okay. Explain how skeleton supports and protects our body. What gives shape and stability to the body? Name one internal organ protected by skeleton. എന്താണ് skeleton നമ്മുടെ ചെയ്യുന്നത്? ഫങ്ഷൻ എന്താണ്? The skeleton gives shape and stability to the body and protects important internal organs. നമ്മുടെ പ്രധാനപ്പെട്ട internal organsനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? skeleton ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഗീവ്സ് ഷേപ്പ് ദ സ്റ്റെബിലിറ്റി ടു ദ ബോഡി. ഷേപ്പ് എന്നതൊക്കെ ഇതാണ്? skeleton ആണ്. ഇനി അടുത്തത്, നെയിം വൺ ഇന്റേണൽ ഓർഗൻ പ്രൊട്ടക്റ്റഡ് ബൈ സ്കെൽറ്റൻ. സ്കെൽറ്റന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഇന്റേണൽ ഓർഗൻ ഏതാണ്? ബ്രെയിൻ ആണ്. ഓക്കെ, ഇനി അടുത്തത്, എക്സ്പ്ലെയിൻ വാട്ട് ഈസ് മെൻറ്റ് ബൈ കംപ്ലീറ്റ് ഫ്ലവർ. നെയിം ദ ഫോർ മെയിൻ പാർട്ട് ഓഫ് എ കംപ്ലീറ്റ് ഫ്ലവർ. വിച്ച് പാർട്ട് പ്രൊവൈഡ്സ് എ സീറ്റ് ഫോർ ദ അതർ പാർട്സ് ഓഫ് ദ flower. Okay, a flower having calyx, corolla, androecium and gynoecium is called complete flower. ഒരു ഫ്ലവറിന് എന്തൊക്കെ ഉണ്ട്? കാലിക്സ് ഉണ്ട്, കൊറോല ഉണ്ട്, ആൻഡ്രോഷ്യം ഉണ്ട്, ഗൈനോഷ്യം ഉണ്ട്. ഓക്കെ, നെയിം ദ ഫോർ മെയിൻ പാർട്ട് ഓഫ് കംപ്ലീറ്റ് ഫ്ലവർ. അപ്പോൾ അതാണ് ഫോർ മെയിൻ പാർട്ടാണ് കാലിക്സ്, കൊറോള, ആൻഡ്രോഷ്യം ആൻഡ് ഗൈനോഷ്യം. പിന്നെ വിച്ച് പാർട്ട് പ്രൊവൈഡ്സ് എ സീറ്റ് ഫോർ ദ അതർ പാർട്സ് ഓഫ് ഫ്ലവർ? തലാമസ്. ഇനി അടുത്തത്, എക്സ്പ്ലെയിൻ വൈ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഓൾവേസ് കംസ് ടു റെസ്റ്റ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. വാട്ട് ഈസ് ദ ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റ്? വാട്ട് ആർ ദ ടു പോൾസ് ഓഫ് എ മാഗ്നറ്റ് കോൾഡ്? ദ എർത്ത് ആക്ട്സ് ലൈക്ക് എ ജയൻറ്റ് മാഗ്നറ്റ് ആൻഡ്സ് എ മാഗ്നറ്റിക് ഫീൽഡ്. എർത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മാഗ്നറ്റ് ആണ്. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ ഉള്ളതാണ്. ദെർഫോർ എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഓൾവേസ് കം ടു റെസ്റ്റ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അപ്പോൾ ഫ്രീ ആയിട്ട് ഇടുന്ന ഒരു മാഗ്നറ്റ് എപ്പോഴും എന്ത് ഡയറക്ഷനിലായിരിക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷനായിരിക്കും. ഈ പ്രോപ്പർട്ടീനെ പറയുന്ന ഒരു പേരുണ്ട്, ഡയറക്ഷണൽ പ്രോപ്പർട്ടി. ദ പ്രോപ്പർട്ടി ബൈ വിച്ച് എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് പോയിന്റ്സ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഈസ് കോൾഡ് ഇറ്റ്സ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി. ഓക്കെ, രണ്ട് പോൾസിനെ നമ്മൾ പറയുന്ന പേര് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ആണ്. ഓക്കെ, എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻസ് വെൻ ലൈക്ക് പോൾസ് ആൻഡ് അൺലൈക്ക് പോൾസ് ഓഫ് ടു മാഗ്നറ്റ്സ് ആർ ബ്രോട്ട് ക്ലോസ് ടുഗദർ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ലൈക്ക് പോൾസും അൺലൈക്ക് പോൾസും അടുത്തടുത്ത് വന്ന് എന്താ സംഭവിക്കുക? വാട്ട് ഹാപ്പൻസ് വെൻ ടു നോർത്ത് പോൾസ് ബ്രോട്ട് ടുഗദർ. രണ്ട് നോർത്ത് പോൾ അടുത്ത് വന്ന് എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ് വെൻ നോർത്ത് പോൾ ഈസ് ബ്രോട്ട് നിയർ സൗത്ത് പോൾ. നോർത്ത് പോൾ സൗത്ത് പോളിൻ്റെ അടുത്തേക്ക് വന്ന് എന്ത് സംഭവിക്കും? അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ലൈക്ക് പോൾസ് റിപ്പൽ വൈൽ അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. അപ്പം നോർത്ത് പോൾസ്, രണ്ട് നോർത്ത് പോൾസ് ആണെച്ചാൽ ദേ റിപ്പൽ ഈച്ച് അതർ. അതേസമയം ഒരു നോർത്തും ഒരു സൗത്ത് പോളും ആണെച്ചാൽ ദേ അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, ഇനി അടുത്തത്, എ സ്റ്റുഡൻറ്റ് മേക്ക് എ സിമ്പിൾ കോമ്പസ് യൂസിങ് എ മാഗ്നറ്റൈസ്ഡ് നീഡിൽ, എ കോർക്ക് ആൻഡ് എ ബൗൾ ഓഫ് വാട്ടർ. ദ നീഡിൽ ഈസ് അലൗഡ് ടു ഫ്ലോട്ട് ഫ്രീലി. Explain how the magnetized needle can be used to find direction. What happens when the cork is turned to another direction? Which device work on the same principle? The magnetized needle comes to rest in the north-south direction, so its direction can be used to identify north-south. അപ്പോൾ ഡയറക്ഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നോർത്ത് ഈ മാഗ്നറ്റ് ഉപയോഗിക്കാം. ദ നീഡിൽ ടേൺസ് ആൻഡ് അഗെയിൻ കം ടു റെസ്റ്റ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. പിന്നെ ഏത് ഡിവൈസാണ് ഈ സെയിം പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ മാഗ്നറ്റിക് കോമ്പസ് ആണ്. ഓക്കെ, a magnet wrapped in a thick paper is dragged through the soil. After some time, a small particle are found attached to the paper covering the magnet. അപ്പോൾ ഒരു മാഗ്നറ്റ് ഒരു പേപ്പറിൽ പോയിട്ട് സോയിലൂടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്മോൾ പാർട്ടിക്കിൾസ് ഈ പിന്നെ മാഗ്നറ്റിനോട് അറ്റാച്ച് ചെയ്തിട്ട് കുറച്ച് പാർട്ടിക്കിൾസ് കണ്ടു.
അപ്പോൾ ചോദിക്കുകയാണ് എക്സ്പ്ലെയിൻ വാട്ട് ദിസ് ആക്ടിവിറ്റി പ്രൂവ്സ് അബൌട്ട് എ മാഗ്നറ്റ്. ഈ മാഗ്നറ്റിനെ കുറിച്ച് എന്ത് ആക്ടിവിറ്റി, എന്താണ് ഇത്, ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ മാഗ്നറ്റ്. മാഗ്നറ്റ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന് എന്താ പറയുക. ക്യാൻ എ മാഗ്നറ്റ് ഫോഴ്സ് എക്സേർട്ട് വിത്തൗട്ട് ടച്ചിങ് എൻ ഒബ്ജക്റ്റ്. അപ്പോൾ ഇറ്റ് പ്രൂവ്സ് ദാറ്റ് എ മാഗ്നറ്റ് എക്സേർട്ട് ഫോഴ്സ് ഓൺ എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈവൻ ബിഫോർ ഡയറക്റ്റ് കോണ്ടാക്ട്. ഈ ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫോഴ്സ്. പിന്നെ ക്യാൻ എ മാഗ്നറ്റിക് എക്സേർട്ട് ഫോഴ്സ് വിത്തൗട്ട് ടച്ചിങ് എൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന് ടച്ച് ചെയ്യാണ്ട് ഈ ഫോഴ്സ് ഉണ്ടാവുമോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, എ മാഗ്നറ്റ് ക്യാൻ എക്സേർട്ട് മാഗ്നറ്റിക് ഫോഴ്സ് വിത്തൗട്ട് ഡയറക്റ്റ് കോണ്ടാക്ട്. ഓക്കെ.